ലോക യുദ്ധചരിത്രത്തിലാദ്യമായി ഉഗ്രശേഷിയുള്ള ലേസർ ഇന്റർസെപ്റ്റർ സാങ്കേതിക വിദ്യ വിന്യസിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തങ്ങളുടെ രാജ്യത്തിന് നേർക്കുള്ള ഏതുതരം ആക്രമണത്തെയും ചെറുക്കാൻ ശേഷിയുള്ളത് എന്ന് വിശേഷിപ്പിക്കുന്ന ലേസർ പവർ ഇന്റർസെപ്റ്ററുകളാണ് ഇസ്രായേൽ അവതരിപ്പിച്ചത്. അയൺ ബീം എന്ന് പേരിട്ടിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ നേരത്തെ തന്നെ ഇസ്രായേലിന്റെ പക്കലുള്ള അയൺ ഡോമുകളുടെ അത്യാധുനിക പതിപ്പാണ്. ഇസ്രായേലിന്റെ സൈനിക പ്രതിരോധ ശേഷി ഇരട്ടിയാക്കും അയൺ ബീം എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അയൺ ബീമിൽ ഉപയോഗിച്ചിട്ടുള്ള ലേസർ സാങ്കേതിക വിദ്യ ഏതുതരം വ്യോമാക്രമണങ്ങളെയും ചെറുക്കാൻ പര്യാപ്തമാകുമെന്നാണ് കരുതുന്നത്. ലേസർ ഇന്റർസെപ്റ്റർ സംവിധാനം ഏറ്റവും ഫലപ്രദവും യുദ്ധത്തിൽ വിജയകരമായി പരീക്ഷിച്ചതാണ് എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്താണ് അയൺ ബീം? നിലവിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ നെടുംതൂൺ എന്ന് പറയുന്നത് അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ സിസ്റ്റം എന്നിവയാണ്. ഇവയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒന്നാണ് എന്നാണ് ഇസ്രായേൽ അയൺ ബീമിനെ കുറിച്ച് അവകാശപ്പെടുന്നത്. സാധാരണഗതിയിൽ ചെറിയ ഹ്രസ്വദൂര റോക്കറ്റുകൾ, മോർട്ടാറുകൾ, ഡ്രോണുകൾ, താണുപറക്കുന്ന വിമാനങ്ങൾ എന്നിവയാണ് അയൺ ബീം ലക്ഷ്യമിടുക. ഇത് അയൺ ഡോം പോലുള്ള ഇന്റർസെപ്റ്ററുകളുടെ ജോലിഭാരം കുറയ്ക്കുകയും ചെയ്യും. ശത്രുക്കൾ കണ്ണകലത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ചുട്ടു ചാമ്പലാക്കാൻ അയൺ ബീമിന് നിമിഷനേരം മതി. ശത്രുക്കളെ സാമ്പത്തികമായി തകർക്കുന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും അയൺ ബീമിന് സാധിക്കുമെന്ന് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറയുന്നു. ആധുനിക യുദ്ധരീതികളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അയൺ ബീം ലേസർ സിസ്റ്റം ഈ ആഴ്ച തുടക്കത്തിലാണ് റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം പുറത്തിറക്കിയത്. ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ നടത്തിയ യുദ്ധസമയത്ത് തന്നെ അയൺ ബീം പുറത്തിറക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. അധിക ചെലവില്ലാതെ തന്നെ ശത്രുക്കളെ തുരത്താം എന്നതാണ് അയൺ ബീമിന്റെ മറ്റൊരു പ്രത്യേകത. പരമ്പരാഗത മിസൈൽ വേദ സംവിധാനങ്ങൾക്ക് $60,000 മുതലാണ് ചെലവ്. എന്നാൽ അയൺ ബീം ലേസർ സാങ്കേതിക വിദ്യയ്ക്ക് ഷോട്ടിന് കേവലം $2 മാത്രമാണ് ചെലവ് വരിക എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇതുവഴി ഇസ്രായേലിന് സാമ്പത്തിക നഷ്ടം വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റിന്റെ അഭിപ്രായം. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് നോക്കാം. 100 കിലോ വാട്ട് ശേഷിയുള്ള ഹൈ എനർജി ലേസർ സംവിധാനമാണ് അയൺ ബീമുകളിൽ ഉപയോഗിക്കുന്നത്. ഫൈബർ ലേസറുകൾ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്ന ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് അയൺ ബീം ശത്രുക്കളുടെ ആക്രമണങ്ങളെ ചെറുക്കുക. ശത്രു സാന്നിധ്യം കണ്ടെത്തിയാലുടൻ അയൺ ബീമുകൾ അലേർട്ട് ആവും. ഒപ്പം അവയെ ട്രാക്ക് ചെയ്യുകയും കൃത്യമായ ലക്ഷ്യത്തോടെ ആക്രമണം നടത്തി ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്യും. ശത്രു സാന്നിധ്യം കണ്ടെത്തിയാൽ ഒരു ഫൈബർ ലേസറിൽ നിന്ന് 100 കണക്കിന് ബീമുകളാണ് ശത്രുക്കൾ അയക്കുന്ന റോക്കറ്റുകളോ മോട്ടാറുകളോ ഡ്രോണുകളോ ലക്ഷ്യമാക്കി അയൺ ബീമിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ശത്രുക്കളുടെ ആക്രമണത്തെ ഫലപ്രദമായി കുറഞ്ഞ ചെലവിൽ നേരിടാൻ ഇസ്രായേലിന് സാധിക്കും. ഇത് ശത്രുക്കൾക്ക് വൻ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുകയും ചെയ്യും. അതേസമയം ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചതോടെ ഗാസ രക്തരൂക്ഷിതമായി തുടരുകയാണ്. ഇസ്രായേലിന്റെ അതിക്രൂര കരവ്യോമ ആക്രമണങ്ങളുടെ മരണപ്പെയ്ത്ത് തുടരുന്ന ഗാസയിൽ സ്ഥിതി അതീവ ഗുരുതരമാകുകയാണ് ഓരോ ദിവസവും. ഇന്റർനെറ്റ്, മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെടുക കൂടി ചെയ്തതോടെ പുറം ലോകവുമായി ഇവർക്കുള്ള സകല ബന്ധവും അറ്റുപോയി. ഗാസ സിറ്റി ഉൾപ്പെടെ വടക്കൻ ഗാസ മരണത്തിന്റെ താഴ്വരയായി മാറിയിരിക്കുകയാണ്. കരയുദ്ധം ആരംഭിച്ച 3-ാം ദിവസം കൂടുതൽ യുദ്ധ ടാങ്കുകൾ ഗാസയുടെ മണ്ണിലെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വടക്കൻ ഗാസയിൽ ഉടനീളം മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടത്. ഇതോടെ സഹായം അഭ്യർത്ഥിക്കാനോ ആശയവിനിമയത്തിനോ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖല നേരത്തെ സൈന്യം അധീശപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സിറ്റിയുടെ ഹൃദയഭാഗത്തേക്കും പടിഞ്ഞാറൻ മേഖലകളിലേക്ക് കൂടി സൈനിക വിന്യാസം ഇസ്രായേൽ വ്യാപിപ്പിച്ചു വരികയാണ്. ഗാസ സിറ്റി പിടിച്ചടക്കുക എന്നത് മാത്രമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനായി വംശഹത്യ അതിക്രൂരമായ രീതിയിൽ നടപ്പാക്കുകയാണ് അവർ. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞിരുന്നാണ് ഇസ്രായേലിന്റെ സൈനിക നടപടി. ടെൽ അൽ ഹവായിലും ഷെയ്ഖ് റദ്വാനിയിലും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നു. സിറ്റിയിലെ 10 ലക്ഷം പേരെ നിർബന്ധിച്ച് കുടിയിറക്കിയ ശേഷം ഹമാസുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് സൈന്യത്തിന്റെ ലക്ഷ്യം. ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗാസ സിറ്റിയിൽ 3000 മുതൽ 4000 ഹമാസുകാർ ഉണ്ടെന്നാണ് ആരോപണം. ബുധനാഴ്ച മാത്രമുണ്ടായ ആക്രമണങ്ങളിൽ ഗാസ സിറ്റിയിൽ 35 പേർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ പോഷകാഹാരക്കുറവിനാലും 4 മരണമുണ്ടായി. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കാനും ഉപരോധം പിൻവലിച്ച് പ്രദേശത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനും ലക്ഷ്യമിട്ട് പലസ്തീനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര ചിന്തകരായ ലോകത്തെ എല്ലാ മനുഷ്യരും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധിക്കണമെന്ന് ഹമാസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞ നവംബർ മുതൽ വെടിനിർത്തൽ നിലവിലുള്ള ലെബനന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ 3 മേഖലകളിലുള്ളവരോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശിച്ചിരുന്നു. 2023 ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിൽ ആകെ മരണം 65,141 ആയിട്ടുണ്ട്. പട്ടിണി മരണങ്ങൾ വേറെയും. അതിരൂക്ഷമായ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങോട്ട് പോകുമെന്നറിയാതെ കേഴുന്ന പലസ്തീനികളുടെ ചിത്രം ചങ്ക് പിളർക്കുന്നവയാണ്. ജനിച്ച മണ്ണും നാടും വിട്ട് ഭീതിതമായ പലായനത്തിന് നിർബന്ധിക്കപ്പെട്ടവർ. നാട് വിട്ടു പോകുന്നതിലും ഭേദം മരണമാണ് എന്നാണ് അവരുടെ പക്ഷം. നെഞ്ചു പിളരുന്ന കാഴ്ചകളല്ലാതെ മറ്റൊന്നും അവിടെയില്ല. ഗാസ സിറ്റി വിട്ടാലും ജനങ്ങൾ ഞെരുങ്ങിക്കഴിയുന്ന അടിസ്ഥാന സൗകര്യമോ ഭക്ഷണമോ പോലും കിട്ടാത്ത തെക്കൻ ഗാസയിലേക്കാണ് പോകാനുള്ളത് എന്നത് അവരുടെ ദുരിതം ഇരട്ടിപ്പിക്കുന്നു.